വീണ്ടും ഒരു ഞായറാഴ്ച, വീണ്ടും പച്ചമുളക്. ജോലിയുടെ ഭാഗമായിട്ട് ഒരുപാട് യാത്ര ചെയ്യുന്ന ഒരാളാണ്. ഇപ്പോൾ ലാസ്റ്റ് ടൈം ഞാൻ പോയത് കേരളത്തിൻ്റെ വടക്കൻ ജില്ലയിലാണ്. അവിടെ ചെല്ലുമ്പോൾ അവിടുന്ന് കിട്ടുന്ന പലഹാരങ്ങളിലേക്ക് പേര് കേൾക്കണം. മുട്ടമാല, പഴം നിറച്ചത്. ഈ പേര് പോലെ തന്നെ ആഹാരങ്ങളും നല്ല ഡിഫറെൻ്റാണ്, ടേസ്റ്റും നല്ല ഡിഫറെൻ്റാണ്. അപ്പോൾ ഇത് അന്ന് മുതൽ ഞാൻ ആലോചിക്കുക, നമ്മുടെ ഈ പച്ചമുളക് ലാബിൽ അതുപോലെ നാടനായിട്ടുള്ളൊരു ഐറ്റം ഒന്ന് പരീക്ഷിച്ച് നോക്കിയാലോ. അപ്പോൾ ഇന്ന് എനിക്ക് വേണ്ടി ഈ നാടൻ വിഭവങ്ങൾ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഗസ്റ്റിനെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഏതാണ്ട് എല്ലാം സെറ്റാണ്. ഇനി അത് ഉണ്ടാക്കാനുള്ള ഒരാളും കൂടെ വന്നാൽ മതി. തുടങ്ങാം അല്ലേ? കണ്ടോ, ഇവിടെ എല്ലാം റെഡിയാണ്. ഇനി ഇത് ഉണ്ടാക്കാനുള്ള ആളെ ഞാൻ വിളിക്കാം. ചേച്ചി വന്നോളൂ. നമസ്കാരം ചേച്ചി. ഇത് മൊട്ടു ചേച്ചി. അപ്പോൾ ചേച്ചി ഇന്ന് എന്താണ് എനിക്ക് വേണ്ടി ഉണ്ടാക്കി തരാൻ പോകുന്നത്? ഇന്ന് നമ്മൾ അതിശയപ്പത്തിരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിശയപ്പത്തിരി. പത്തിരി ഞാൻ കഴിച്ചിട്ടുണ്ട്. എന്താണ് ഈ അതിശയപ്പത്തിരി? അതിശയപ്പത്തിരി കഴിച്ചു നോക്കിയിട്ട് പറയാം അതിശയപ്പത്തിരി എന്താണെന്ന്. അപ്പോൾ എന്താ ചേച്ചി അതിശയപ്പത്തിരിക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്? അത് ഒരു 2 കപ്പ് സവാള ഫൈനായിട്ട് ചോപ്പ് ചെയ്തത്, ഒരു 3 പച്ചമുളക്, ഒരു 1.5 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഒരു 200 ഗ്രാം വേവിച്ച് പിച്ചി വെച്ച ചിക്കൻ, കുറച്ച് പെപ്പർ പൗഡർ, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, മല്ലിയില, കറിവേപ്പില. ഇതെല്ലാം വേണ്ടത്. ഇതെത്രയാണ് വേണ്ടത്? ഓക്കെ. അപ്പോൾ നമ്മുടെ എന്താ പറയുക, പേര് പോലെ തന്നെ ഡിഫറെൻ്റായ അതിശയ പത്തിരി. അപ്പോൾ അതിശയ പത്തിരി നമുക്ക് തുടങ്ങിയാലോ? തുടങ്ങാം. എങ്ങനെയാണ്? ഓക്കെ. അപ്പോൾ ആദ്യം ചേച്ചി എന്താണ് ഇതിനകത്തേക്ക്? ആദ്യം ഞാനിതിൽ ഓയിൽ ഒഴിച്ചത്. പാൻ ഏകദേശം ചൂടായിട്ടുണ്ട്. ഓക്കെ. ഇതിൽ ഓയിൽ കുറച്ച് വെളിച്ചെണ്ണയാണോ? ഇത് റിഫൈൻഡ് ഓയിലാണ്. ഇത് ഇപ്പോൾ ഏകദേശം ഇതിപ്പോൾ ആവശ്യമുള്ളതാണോ? ഇല്ല, ഇത് കഴിഞ്ഞിട്ട് മതി. അപ്പോൾ ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചു. അത് ഏകദേശം ഈ ഓയിലൊന്ന് ചൂടായി വന്നാൽ, നന്നായിട്ടൊന്ന് ചൂടായാൽ നമുക്ക് ചോപ്ഡ് ഓണിയൻ ഇടാം. ഓക്കെ. സവാള അരിഞ്ഞത്, ചെറുതായി കൊത്തി അരിഞ്ഞത്. ഇത് ഏകദേശം 2 കപ്പ് സവാള ഉണ്ടാവും. 2 കപ്പ് സവാള. ഇതിപ്പം എത്ര പത്തിരിക്കുള്ളതാണ്? ഇതിപ്പോൾ നമ്മളൊരു 6 പത്തിരി വെച്ചിട്ടാണ് നമ്മൾ ഈ കേക്ക് ചെയ്യാൻ പോണത്, അതിശയപ്പത്തിരി ചെയ്യാൻ പോണത്. അപ്പം അതിന് വേണ്ടത് ഏകദേശം ഒരു 200 ഗ്രാം വേവിച്ച് പിച്ചി വെച്ച ചിക്കന്, ഒരു 2 കപ്പ് സവാളയാണ് വേണ്ടത്. ഇതിങ്ങനെ ഒരു എത്ര നേരം വേവിക്കേണ്ടി വരും ഈ ചിക്കൻ? ഒറ്റ കുക്കറിൽ വെച്ചിട്ട് ജസ്റ്റ് ഒരു വിസിൽ വന്നാൽ മതി. അപ്പോൾ തന്നെ എന്ത് വരും. എന്നിട്ട് ഇത് പിച്ചി വെച്ചാൽ മതി. കൈ കൊണ്ട് പിച്ചിട്ട് വെച്ചാൽ മതി. ചിക്കൻ കൈ കൊണ്ട് പിച്ചി. ഇനി സവാള ഒന്ന് വല്ലാണ്ട് ബ്രൗൺ ആവേണ്ട, ജസ്റ്റ് കുറച്ചൊന്ന് ചെറുതായിട്ടൊന്ന് വാട്ടിയാൽ മതി. ഒരുപാട് ആ ടൈമിൽ തന്നെ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പിട്ടാൽ സവാള വേഗം വഴന്നു വരും. കുറച്ച് ഉപ്പിട്ട് കഴിഞ്ഞാൽ സവാള പെട്ടെന്ന് റെഡിയാവും. പെട്ടെന്ന് റെഡിയാവും. ചേച്ചി ഇത് എപ്പോഴൊക്കെ കഴിക്കാനാണത്? നമുക്കിത് ഒരു ഈവനിങ് സ്നാക്കാണ്. അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും ഗസ്റ്റ് വരുമ്പോൾ നമുക്കത് കൊടുക്കാം. ഇനി അതല്ലെങ്കിൽ നമുക്ക് പിന്നെ വീട്ടിൽ നമ്മളെ കുട്ടിയൊക്കെ തന്നെ വൈകുന്നേരം ഒരു ഹെവി ഡിഷ് അല്ല, ഒരു പലഹാരം, സ്നാക്ക് പോലെ സ്പെഷ്യൽ ഒക്കേഷന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യാറുണ്ട്. ഇപ്പൊ നോമ്പിന്, നമ്മളെ നോമ്പ് കാലത്തൊക്കെ ഫസ്റ്റ് നമ്മൾ ജ്യൂസിന്റെ കൂടെ കഴിക്കുക പലഹാരമാണല്ലോ. അപ്പൊ അതിന്റെ കൂടെയും നമുക്ക് ഇത് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. നോമ്പ് കാലത്ത് ഒരു സ്പെഷ്യൽ ഡിഷാണ്. നോമ്പ് കാലത്ത് ഒരു സ്പെഷ്യൽ ഡിഷാണ്. ഏകദേശം വെന്ത് വരുന്നുണ്ട്. ഇനി നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടാം. ഏകദേശം നമുക്കൊരു 1.5 ടീസ്പൂൺ ഇട്ടാൽ മതിയാവും. ഇതിപ്പോൾ 6 പത്തിരിക്ക് വേണ്ടിയിട്ടുള്ള ഒരു 6 അതിശയ പത്തിരിക്ക് വേണ്ടിയിട്ടുള്ള ഒരു കണക്കാണ്. ഒരു 2 സവാള, 2 കപ്പ് സവാള കഴിഞ്ഞ് അതിൻ്റെ ഒരു ഉപ്പിട്ട് ഒരു 1.5 ടീസ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ശരിക്കും നമ്മൾ നോമ്പൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം നോമ്പ് തുറന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കഴിക്കുക പലഹാരങ്ങളായിരിക്കും. അപ്പോൾ അതിൻ്റെ കൂടെയൊക്കെ വിളമ്പാൻ പറ്റിയ നല്ലൊരു ഡിഷാണ് അതിശയപ്പത്തിരി. ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട്. നമുക്ക് പച്ചമുളക് ചേർക്കാം. ഇത് എത്ര പച്ചമുളക്? ഒരു 3 പച്ചമുളക് മതി. എരിവ് കൂടുതലായതുകൊണ്ടല്ലേ? എരിവ് കുറഞ്ഞ ഒരു ഡിഷാണിത്. ഓക്കെ.
എരിവ് നമുക്ക് ആവശ്യത്തിന് മതി. ഒരു 3 പച്ചമുളക് ഏകദേശം ചേർത്താൽ മതി. വലിയ എരിവ് ഒരു പ്രശ്നമല്ല. കുട്ടികൾക്കൊക്കെ കഴിക്കുമ്പോൾ നമ്മളെ ചിക്കൻ്റെ ഡിഷൊക്കെ ആകുമ്പോൾ പാകത്തിന് എരിവ് മതി, അല്ലാതെ അധികം എരിവ് വേണ്ട. ഇത് നോർമലി എത്ര സമയം എടുക്കും ഇതിങ്ങനെ വെക്കാനായിട്ട്? അധികം സമയമൊന്നും എടുക്കില്ല. സാധാരണ ഇപ്പോൾ നമ്മളെ വീടുകളിലൊക്കെ ഈ ചിക്കൻ്റെ പണ്ടം റെഡി ആയിട്ട് ഫ്രീസറിലുണ്ടാവും. അപ്പോൾ നമുക്ക് ഈസി ആയിരിക്കും. ഇതിപ്പോൾ നമ്മളത് ഉണ്ടാക്കില്ല, അതുകൊണ്ട് കുറച്ച് ടൈം എടുക്കും. ചിക്കൻ്റെ പണ്ടം ഓൾറെഡി റെഡി ആക്കി വെച്ച് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഷാണ്. നമുക്ക് കുറച്ച് പെപ്പർ പൗഡറും മഞ്ഞൾപ്പൊടിയും പെപ്പർ ഇട്ട് ഒരു 1/4 ടീസ്പൂൺ. എന്താന്ന് ചിക്കനിൽ ഓൾറെഡി പെപ്പർ ആഡഡ് ആണ്, അപ്പോൾ പിന്നെ കുറച്ച് ഇട്ടാൽ മതി. പെപ്പറും ഉപ്പും ഇട്ട് വേവിച്ച് മിക്സ് ചെയ്ത് വെച്ച ചിക്കനാണ്. അപ്പോൾ പിന്നെ അതിൽ കുറച്ച് പെപ്പർ നമ്മൾ ഇതിലോട്ട് നമുക്ക് കുറച്ചൊരു മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. ഇത് കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ വൈകുന്നേരം വെക്കാൻ ആപ്റ്റാണ്. വൈകുന്നേരം എന്തെങ്കിലും ഒരു സ്നാക്ക് എല്ലാം കുട്ടികൾക്ക് കൊടുക്കാൻ ഇത് നല്ലൊരു ഡിഷാണ്. വൈകുന്നേരം പൊതുവെ കുട്ടികൾക്ക് ചിക്കൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. ഫ്രൈഡ് ചിക്കനോടൊക്കെ ഉള്ളൊരു ഇതുള്ള കുട്ടികൾക്ക് പെട്ടെന്ന് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്ന ഒരു നാടൻ ഡിഷാണ് അതിശയ പത്തിരി. നമ്മൾ ഉള്ളി നന്നായിട്ട് വഴന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ലാസ്റ്റ് കറിവേപ്പില, 2 ടീസ്പൂൺ കറിവേപ്പില. ഏകദേശം നല്ലപോലെ ഇളക്കി ഒന്ന് വഴന്ന്, വല്ലാതെ റെഡ് കളർ ആവണ്ട, ജസ്റ്റ് ഒന്ന് വഴന്നാൽ മതി. നമുക്ക് ലാസ്റ്റ് ഈ ബിരിയാണി മസാലപ്പൊടി, ഗരം മസാലപ്പൊടി, ഇതാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ഇത് ഒരു നല്ലൊരു ഫ്ലേവർ വരുന്ന സ്മെല്ല് വരുന്ന സാധനമാണ്. അപ്പോൾ നമുക്ക് ഇതൊരു 1/4 ടീസ്പൂൺ ഇടണം. സാധാരണ ഗരം മസാല തന്നെയാണ്. സാധാ ഗരം മസാല, നമ്മൾ ബിരിയാണി മസാലൻ്റെ പൊടിയാണ്. സാധാ ഗരം മസാല, അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്ന ഫ്ലേവറിൻ്റെ ഒക്കെ ഒരു. നന്നായി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ചിക്കൻ ആഡ് ചെയ്യാം. ചിക്കൻ നേരത്തെ വേവിച്ച് പെപ്പറും ഉപ്പും ഇട്ട് വേവിച്ച് പിച്ചി വെച്ച ചിക്കനാണ്. ഇത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇതാണ് ഇപ്പം ചിക്കൻ പണ്ടം അല്ലേ? ചിക്കൻ പണ്ടം. പത്തിരിക്ക് വേണ്ട വേറൊരു ഇൻഗ്രീഡിയൻ്റ് ആണ്, ആദ്യത്തെ ഇൻഗ്രീഡിയൻ്റ് ആണ് ഇത്. എനിക്കും ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് ചിക്കൻ. അതാണ് പൊതുവെ എല്ലാവർക്കും ചിക്കൻ ഭയങ്കര ചിക്കനോട് കുറച്ച് ഇഷ്ടമുള്ളത്. നമുക്ക് എങ്ങനെ ഹെൽത്തി ആയിട്ട് ചിക്കൻ കഴിക്കാന്നുള്ളതിനെ ഒരു ഗവേഷണത്തിലാണ് ഞാൻ. അതിനോട് വേണ്ടിയാണ് ഈ പച്ചമുളക് നമ്മളിവിടെ ലാബിൽ തന്നെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിനധികം എണ്ണ യൂസ് ചെയ്യുന്നില്ല അല്ലേ? ഇല്ല, നമ്മളൊരു 1-1.5 ടേബിൾ സ്പൂൺ എണ്ണ, ഇത് ജസ്റ്റ് ഒന്ന് വഴലാൻ മാത്രമല്ല എണ്ണ യൂസ് ചെയ്യുന്നുള്ളൂ. കുറച്ച് എണ്ണ കുറവുള്ളൊരു ഡിഷാണ്. ഓയിൽ കുറവാണ്. നമ്മൾ പിന്നെ കേക്കാക്കി ബേക്ക് ചെയ്യുന്നതുകൊണ്ട് ഓയിൽ അധികം വേണ്ട, ഫ്രൈ ചെയ്തെടുക്കുന്നില്ലല്ലോ, കുറച്ച് ഓയിൽ മതി. നമ്മളത് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. നമുക്കിനിത് ചിക്കൻ പണ്ടം റെഡിയാണ്. തണുപ്പിക്കണമെന്നില്ല, ആ ടൈം കൊണ്ട് നമുക്ക് മൈദൻ്റെ അതിശയ പത്തിരി റെഡിയാക്കാം. ഏകദേശം ചിക്കൻ പണ്ടം റെഡി ആയിട്ടുണ്ട്. അടുത്ത പരിപാടി തുടങ്ങണം അല്ലേ പത്തിരിയുടെ? ഇനി ലാസ്റ്റ് നമുക്ക് ഈ മല്ലിയില ചേർക്കാം. മല്ലിയില നല്ലോണം നിറയെ. മല്ലിയില എത്രത്തോളം ഗാർണിഷിങ് അല്ല, നമ്മളിത് ഇതിൽ ലാസ്റ്റ് നമുക്ക് ഗാർണിഷ് ചെയ്യാം. ഇപ്പം ഇതിൽ എത്രത്തോളം ചേർക്കുന്നോ അത്രത്തോളം ടേസ്റ്റ് വരും ഡിഷിന്. നമ്മളൊരു 2 ടേബിൾ സ്പൂൺ മല്ലിയില ചേർത്തു. ഞാൻ തീ ഓഫ് ചെയ്തിട്ടാണ് ചേർത്തത്. ഇപ്പം നമ്മളെ പണ്ടം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ പണ്ടം റെഡി ആയിട്ടുണ്ട്. നമുക്കിത് മാറ്റി വെക്കാം. അതൊന്ന് തണുക്കുമ്പോഴേക്കും നമുക്ക് നമ്മളെ അതിശയ പത്തിരി റെഡിയാക്കാം. മാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് 2 കപ്പ് മൈദമാവ്, 2 കപ്പ് വെള്ളം, 1 മുട്ട, ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒരു മിക്സിയിൽ നന്നായിട്ട് അടിച്ചിട്ടുള്ള മാവാണ് ഇത്. ചേച്ചി പത്തിരി നമുക്ക് ഇത് കത്തിച്ചിട്ടുണ്ട്. പാൻ ഏകദേശം ചൂടായിട്ടുണ്ടാവും. നമുക്ക് പത്തിരി ചുട്ടു തുടങ്ങാം. ശരിക്കും ഇത് ദോശ ചൂടും പോലെ തന്നെ. പത്തിരി എന്ന് പേരാണെങ്കിലും ദോശ, മൈദ മാവുള്ള ദോശ തന്നെയാണ് അല്ലേ? നമ്മളൊരു 6 ദോശ ചുട്ടെടുക്കാം. ഇത് ചേച്ചി തന്നെ അത് ഇൻവെൻറ്റ് ചെയ്ത ഡിഷാണോ അതോ നേരത്തെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നതാണോ? നമ്മൾ ഈ ഇങ്ങനത്തെ കേക്കെല്ലാം പല ടൈപ്പിൽ നമ്മൾ പുറത്തു പോയാൽ കഴിക്കുന്നുണ്ട്.
അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് എക്സ്പെരിമെന്റ് ഒക്കെ നടത്തി നമ്മുടെ ഇത് തന്നെ സ്വീറ്റ് ആയിട്ട് ഉണ്ടാക്കും. ഞാനപ്പോൾ ഒന്ന് ചിക്കൻ ഇട്ട് ഉണ്ടാക്കി നോക്കി, ഫിഷ് ഇട്ടിട്ട് ഉണ്ടാക്കാം, എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. മൊത്തത്തിൽ ഒരു എക്സ്പെരിമെന്റ് തന്നെയാണ് വീട്ടിലല്ലേ. അപ്പോൾ ഇതുപോലെ 6 പത്തിരിയാണ് ഞാൻ ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഞങ്ങളത് ഉണ്ടാക്കട്ടെ. അതുവരെ ആരോടെയും പോരുത്, ഒരു ചെറിയ ബ്രേക്ക്.